പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞങ്ങൾക്ക് കുടുംബമായി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി. എൻ്റെ പേര് ബീന, എൻ്റെ ഹസ്ബൻഡ് വിനോജ്, മക്കൾ ആൻസ്ലേ, അലക്സ്. ഞങ്ങളിപ്പോൾ വരുന്നത് UK നിന്നാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ഞങ്ങൾ പറ്റുമെന്ന് പോലും പ്രതീക്ഷിച്ചതല്ല. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് അതിനുള്ള ശക്തി തന്നു. പ്രതിഷ്ഠീകരണത്തിന് സാക്ഷിയാക്കി ഞങ്ങളിവിടെ നിർത്തുവാൻ മാതാവ് ഞങ്ങൾക്ക് ശക്തിയും ബലവും തന്നു. അതിന് ഞങ്ങൾ ഒരായിരം നന്ദി പറഞ്ഞു. എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങളുടെ ജീവിതം അതിൽ അത് സഫീഷ്യൻ്റ് അല്ല. ഇത്രത്തോളം ഞങ്ങൾ നടത്തിയ എൻ്റെ അമ്മയ്ക്ക് ഇനി ഞങ്ങൾ മുമ്പോട്ട് നടത്തും ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് ഒക്ടോബർ 1, 2021 ആ സമയത്ത് ഞാൻ മധ്യപ്രദേശിലായിരുന്നു. അവിടുന്ന് ഞങ്ങൾ കുടുംബമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിൽ എൻ്റെ നിയോഗങ്ങളിൽ കൂടുതലും ദൈവം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. പലപ്പോഴും പറയത്തില്ലേ, ഒരു പൂ ചോദിക്കുമ്പോൾ 1000 ഒരു പൂന്തോട്ടം തന്നെ ദൈവം ഞങ്ങൾക്ക് തരും. അതുപോലെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് ഓരോ ദിവസവും ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തുന്നത്. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം 21 ഞാനും ഹസ്ബൻഡും കൂടി മോൻ്റെ സ്കൂളിൽ പോവുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ സ്കൂട്ടിയിൽ മുമ്പിലുള്ള ഒരു ബൈക്ക് യാത്രക്കാരൻ സഡനായിട്ട് ബ്രേക്ക് ഇട്ടു. ഞാൻ സ്കൂട്ടിയിൽ നിന്ന് തെറിച്ചു പോയി. എൻ്റെ മുഖത്ത് പൊട്ടലും കണ്ണിൽ ഒത്തിരി ബ്ലീഡിങ് ആയി, ക്ലോട്ടായി. അപ്പം ഞങ്ങളവിടെ കാണിച്ചു, CT സ്കാൻ ചെയ്തു. അപ്പം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളവിടെ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്, മക്കൾ ചെറുത്. അപ്പം ഞങ്ങളുടെ ഇൻലോസിൻ്റെ താമസിക്കുന്നത് ഭോപ്പാലാണ്. അപ്പോൾ പപ്പയും മമ്മിയുടെ അടുത്തേക്ക് ഞങ്ങൾ പോയി. അപ്പോൾ അവിടെ കാണിച്ചു. ആ സമയത്തെല്ലാം മാതാവിൻ്റെ തൈലവും ഉപ്പും ഞാൻ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഒന്ന് മാത്രമാണ് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ഓപ്പറേഷൻ ഇല്ലാതെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളവിടെ താമസിക്കുമ്പോൾ എനിക്കൊരു ഓപ്പറേഷൻ വന്നിട്ടുണ്ട്. മുമ്പോട്ട് ഞങ്ങൾക്ക് നോക്കാനും മക്കളെ നോക്കാനും കുടുംബമൊക്കെ മുമ്പോട്ട് പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനൊന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, ഓപ്പറേഷൻ ഇല്ലാതെ എനിക്ക് സൗഖ്യം തരണേന്ന്. അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ ഭോപ്പാലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ CTയിൽ അത്രയും ഒരു ഫ്രാക്ചർ ഉണ്ടായിട്ടും എൻ്റെ കണ്ണ് രണ്ടായിട്ട് കാണാൻ പറ്റും, അങ്ങനെ ഒരു കണ്ടീഷൻസൊക്കെ പറഞ്ഞെങ്കിലും മാതാവ് ഓപ്പറേഷൻ ഇല്ലാതെ എനിക്ക് മാറ്റി തന്നു. മാതാവിനും ഈശോപ്പയ്ക്കും ഒരായിരം നന്ദി. രണ്ടാമത് ഞാൻ നിയോഗത്ത് വെച്ചിരുന്നത് ഞങ്ങൾക്ക് കുടുംബമായി UK പോകുവാനുള്ള അനുഗ്രഹത്തിനായിരുന്നു. അപ്പോൾ 2022 മാതാവ് ഞങ്ങൾക്ക് അതിനുള്ള എല്ലാം ഒരുക്കി തന്ന് ഞങ്ങൾക്ക് കുടുംബമായി UK പോകുവാനും അവിടെ ഞങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളത് റെൻറ്റിൽ വീട് കിട്ടുവാണ്. പക്ഷെ നല്ലൊരു ഭവനം ഞങ്ങൾക്ക് അവിടെ മാതാവ് ഞങ്ങൾക്ക് ഒരുക്കി തന്നു. ഞങ്ങളവിടെ ഒരു തടസ്സവും ഇല്ലാതെ ഞങ്ങൾക്കവിടെ ഇപ്പോഴും ഞങ്ങളവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുള്ള അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് തന്നു. മൂന്നാമത് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു. ഒത്തിരി നന്മകളുണ്ടെങ്കിലും ആ ഒരു ബാഡ് ഹാബിറ്റ്സ് എനിക്ക് ഇടയ്ക്ക് അതെപ്പോഴും പെയിൻഫുള്ളായിരുന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഹാബിറ്റ്സ് മാറ്റി തരണേന്ന്. അത് ദൈവം ഞങ്ങൾ ഇടയ്ക്ക് ഞാൻ എപ്പോഴും നെറ്റിയിൽ ഞങ്ങളെന്നും രാവിലെ ഞാൻ മക്കൾക്കും ഹസ്ബൻഡും ഞാൻ നെറ്റിയിൽ ഉടമ്പടി തൈലം കൊണ്ട് ഞാൻ കുരിശ് വരച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം അങ്ങനെ മാതാവ് ആ ഹാബിറ്റ്സും ഹസ്ബൻഡിൽ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റി. അതിനുശേഷം ഞങ്ങൾ 24 ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു രണ്ടാമത് പുതുക്കാൻ വേണ്ടി. അതിന് UK ഞങ്ങൾക്ക് എപ്പോഴും വരാൻ പറ്റത്തില്ല. അതിന് രണ്ടാമത് ഞാൻ പുതുക്കാൻ വേണ്ടി 24 വന്നത്. 24 ഞാൻ വന്ന് പുതുക്കിയപ്പോൾ ഞാൻ നേഴ്സിങ്ങിൻ്റെ എൻ്റെ OSCE എക്സാംസിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്ന സമയമായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ എക്സാം കൊടുത്തു. പക്ഷേ എല്ലാവർക്കും ഈസി ആയിട്ടുള്ള ഒരു സ്റ്റേഷൻ പ്ലാനിങ് അതെനിക്ക് കിട്ടിയില്ല. ഞാനവിടെ മെൻ്റൽ ഹെൽത്ത് നേഴ്സായിട്ടാണ് ഞാൻ നമ്പർ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ആ പ്ലാനിങ്ങിൻ്റെ സ്റ്റേഷൻ എനിക്ക് കിട്ടിയില്ല. ഞാൻ 24 ഞാൻ അതിൻ്റെ ഉടമ്പടിയിൽ ഞാൻ അതും നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി അത് രണ്ടാമത്തെ എക്സാം എഴുതി. ആ സമയത്ത് ഞാൻ എന്തായിരുന്നോ ഫസ്റ്റ് എക്സാമിന് എഴുതിയിട്ടുണ്ടായിരുന്നു അത് തന്നെയായിരുന്നു ഞാൻ അതും എഴുതിയിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് സെയിം ആണ്. പക്ഷെ ദൈവവും മാതാവും അവിടെ ഇടപെട്ട് ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും ഒക്കെ ഞാൻ ആ സമയത്ത് ഞാൻ എക്സാം ഹോളിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മാതാവ് എനിക്ക് അതിന് എക്സാംസ് ക്ലിയർ ചെയ്തു. എന്നിട്ട് എനിക്കവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് അതിനുള്ള വിസയും അതിനുള്ള എല്ലാ സ്പോൺസർഷിപ്പും എല്ലാം മാതാവ് ഞങ്ങൾക്ക് ഒരുക്കി തന്നു. ഞാനിപ്പം അവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത്. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മ തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളിവിടെ 24 പോയതിന് ശേഷം ഹസ്ബൻഡ് അവിടെ ഡ്രൈവിംഗ് ലൈസൻസിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തിയറി എക്സാംസ് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിനുവിന്
പിന്നെ പരിശുദ്ധ അമ്മയുടെ ഉപ്പും ഉടമ്പടി തൈലവും ഒക്കെ ഞാൻ വിനുവിന് ഞാൻ പ്രൊവിഷണൽ ലൈസൻസിലും വിനുവിൻ്റെ നെറ്റിയിലും ഒക്കെ തേച്ച് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ആ തിയറി എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റി. പ്രാക്ടിക്കൽ എക്സാമിന് പോകാൻ നേരത്ത് ഞങ്ങളുടെ കാർ തന്നെയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കാറിൽ സ്റ്റിയറിങ്ങിൽ ഞാൻ ഉടമ്പടി തൈലവും ഇൻസ്ട്രക്ടർ ഇരിക്കുന്ന അവിടെ പിന്നെ അവിടെ ഞാൻ ഉടമ്പടി തൈലം ഞാൻ ബ്ലെസ് ചെയ്ത് ഞാൻ ക്രോസ് ചെയ്തിട്ടാണ് ഞാൻ വിനുവിനെ എക്സാമിന് വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വിനുവിന് ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ ലഭിക്കുകയും പിന്നെ പ്രാക്ടിക്കൽ എക്സാം ക്ലിയർ ചെയ്യാനും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുവാനും അതിനുള്ള അനുഗ്രഹം മാതാവ് ചെയ്തു തന്നു. പിന്നെ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു സംഭവം നടന്നത് മാർച്ചിൽ വിനുവിനൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് വന്നു. 2024 മാർച്ചിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ വിനുവിന് ലിവർ ഫെയിലിയർ ആണെന്ന് കൺഫേം ചെയ്തു. അപ്പം അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സും എല്ലാം അവിടെ നടന്നു. ലിവർ ട്രാൻസ്പ്ലാന്റ് പറഞ്ഞത് ആ സമയത്തൊക്കെ ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും UK പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളും ഫാമിലിയായിട്ട് പോയി. അവിടെ ചെന്ന് ഇങ്ങനെയൊരു അസുഖം വന്നു കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ ഒരു ശക്തി കൊണ്ട് ഞങ്ങൾക്കെല്ലാം ഫേസ് ചെയ്യാൻ ആ ഓപ്പറേഷന് സമയത്ത് മീൻസ് ഞങ്ങൾക്ക് 2025 മാർച്ചിൽ ഞങ്ങൾക്ക് ആ ഓപ്പറേഷൻ ഞങ്ങൾക്ക് നടന്നു. ആ സമയത്ത് അവിടെ അറിയാം UK മീൻസ് മോന് ആ സമയത്ത് 13 years ആണ്. അപ്പം മക്കളെ തന്നെ വിടാൻ പറ്റത്തില്ല, എനിക്ക് വിനുവിനെ നോക്കണം. അവിടെ ഞങ്ങൾക്ക് ലണ്ടനിലാണ് ഞങ്ങൾ താമസിക്കുന്ന പൂൾ ഡോർസെറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പക്ഷെ ലണ്ടനിലായിരുന്നു വിനുവിൻ്റെ സർജറി. അപ്പം എനിക്ക് അങ്ങോട്ടേക്ക് പോകണം. 70 years ആയുള്ള അങ്കിൾ മീൻസ് ആ വിൻ്റർ സീസണിൽ മാതാവ് ഞങ്ങൾക്ക് വിനുവിൻ്റെ അങ്കിളിനെ പപ്പയുടെ അനിയനെ അവിടെ ഞങ്ങൾക്ക് കൊണ്ടുവരുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. ആ ഒരു വിൻ്റർ സീസണിൽ മാതാവ് അങ്കിളിന് ശക്തിയും ബലവും തന്ന് വിനുവിനെ മക്കളുടെ കൂടി ആയിരിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നു. സർജറിയിൽ ഒത്തിരി കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടെങ്കിലും മാതാവ് ഫസ്റ്റ് മീൻസ് 20 liters ബ്ലഡ് ലോസ് ആയിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിൽ വിനുവിനുണ്ടായിരുന്നത്. ആ ഒരു കണ്ടീഷനിൽ പുറത്ത് വരുമോ എന്നുള്ളൊരു അറിയത്തില്ലായിരുന്ന അവസ്ഥയിൽ ഞാൻ മീൻസ് എന്താ പറയുക മാതാവിൻ്റെ ഉപ്പും തൈലവും ഒക്കെ തേച്ച് പ്രാർത്ഥിച്ചു. രണ്ടാമത് പിറ്റേ ദിവസം മാർച്ച് 12 എനിക്ക് രാവിലെ മീൻസ് അവിടെ നമ്മളെ നിർത്തത്തില്ല ആരും ഹോസ്പിറ്റലിൽ. അപ്പം ഞാൻ പുറത്ത് റൂം എടുത്താണ് നിൽക്കുന്നത് ഹോട്ടലിൽ. ആ സമയത്ത് എനിക്കൊരു കോൾ വന്നു, വിനുവിൻ്റെ ഒത്തിരി ക്രിട്ടിക്കലാണ്, ഒത്തിരി ബ്ലീഡിങ് ഉണ്ട്, നെക്സ്റ്റ് ഓപ്പറേഷൻ എടുക്കണം, ഞങ്ങളെടുക്കാം. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കൊരു കുറച്ച് സമയം ഞാൻ വന്നൊന്ന് കണ്ടോട്ടെ, അതിനുള്ളൊരു സമയം എനിക്ക് തരണം. അപ്പം അവരത് അലൗ ചെയ്തു. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഓപ്പറേഷന് പോകുന്നതിന് മുമ്പ് വിനു മീൻസ് പൂർണ്ണ ആരോഗ്യത്തെയാണ് പോയിക്കൊണ്ട് മീൻസ് ആ സമയത്ത് കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾ എന്നും മാതാവിൻ്റെ തൈലവും ഉപ്പുമൊക്കെ ഉപയോഗിച്ച് വിനുവിൻ്റെ സിംറ്റംസ് എല്ലാം കൺട്രോളിലായിരുന്നു. ആ ബ്ലഡ് റിപ്പോർട്ട്സ് 24 ചെയ്ത ബ്ലഡ് റിപ്പോർട്ട്സ് 25 വരെ ഒരു ചേഞ്ചസും വരുത്താതെ മാതാവ് കാത്തു. ഒരു ബിൽട്രിബിനിലോ വേറൊരു ലിവർ ഫങ്ഷനിലോ ഒന്നും ഒരു കോംപ്ലിക്കേഷൻസും വരുത്താതെ മീൻസ് കൂട്ടാതെ അത് ആ സെയിം തന്നെ കൺട്രോളിൽ നിർത്തി. അതിനുശേഷം ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകാൻ നേരത്ത് വിനു മേജർ സർജൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. ഞങ്ങളിവിടുന്ന് പിന്നെ കൊന്ത കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ കൊന്ത എൻ്റെ വിശ്വാസമാണ്, ആ വിശ്വാസം എൻ്റെ കൂടെ വെക്കാൻ എന്നെ അനുവദിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയൊരു മേജർ സർജറി ചെയ്യുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ UK പോലൊരു ഹോസ്പിറ്റലിൽ സാധാരണ അലൗഡ് ചെയ്യത്തില്ല. എങ്കിലും അവർ ആ സർജൻ അലൗ ചെയ്തു. വിനുവിൻ്റെ കയ്യിൽ ആ കൊന്ത ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വിനു ഓപ്പറേഷൻ തിയേറ്ററിന് തിരിച്ചു വന്നു. പിറ്റേ ദിവസം രണ്ടാമത്തെ ഓപ്പറേഷൻ കോംപ്ലിക്കേഷൻ ആയത് ബ്ലീഡിങ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ. ആ ബ്ലീഡിങ്ങിൻ്റെ മീൻസ് അവർ എന്താ പറയുക, ഓരോ മണിക്കൂറിലും അവർ 2-3 ബ്ലഡ് യൂണിറ്റ്സ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് ബ്ലീഡിങ് ആയിരുന്നു. അപ്പം അവർ ഉദ്ദേശിച്ചുകൊണ്ട് അത് അവരുടെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്ട് ചെയ്ത മേജർ ആർട്ടറീസ് അത് വിട്ടുപോയിട്ടുണ്ട്, അത് കാരണമായിരിക്കാം അത്രയും ബ്ലീഡിങ് വരുന്നതെന്നാണ്. പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നടത്തിയാണ് കൊണ്ടുവന്നത്, അതുപോലെ തന്നെ എനിക്ക് കൊണ്ടുപോകണം, കിടത്തി കൊണ്ടുപോകുന്ന ഇടവരുത്തരുത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത്. നെറ്റിയെ കുരിശ് വരച്ച് പ്രതീക്ഷീകരണം ഞാൻ ആ ഹോസ്പിറ്റലിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് പ്രതീക്ഷീകരണ പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിച്ചിട്ട് ഞാൻ വിനുവിന് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ ഞാൻ നിങ്ങളുടെ കയ്യിൽ തരികയാണ്, മാതാവ് ബാക്കിയെല്ലാം നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. വിനുവിനെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി.
ഫസ്റ്റ് ഓപ്പറേഷൻ 12 hours ഉണ്ടായിരുന്നു, സെക്കൻഡ് ഓപ്പറേഷൻ 8 to 9 hours. ഡോക്ടേഴ്സിന് പോലും വിശ്വാസമില്ല, 12 മണിക്കൂർ പോലും ആവാത്തൊരു ഓപ്പറേഷൻ രണ്ടാമത് സക്സസ് ആവുന്ന ആർക്കും വിശ്വാസമില്ല. മീൻസ് അവർക്കൊരു ഹോപ്പും ഇല്ലായിരുന്നു. എങ്കിലും മാതാവ് അവിടുന്ന് എല്ലാം കൈപിടിച്ച് നടത്തി. വെൻറ്റിലേറ്ററിലായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് 2ാമത്തെ ആഴ്ചയായപ്പോൾ തൊട്ടാണ് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ കൂടുതൽ, മീൻസ് എപ്പോഴും പറയത്തില്ലേ ഓപ്പറേഷനൊക്കെ സക്സസ് ആവുകയാണെങ്കിൽ അത് ഡോക്ടേഴ്സിൻ്റെ മിടുക്കാണ്, മെഡിക്കൽ സയൻസിൻ്റെ കഴിവാണ്. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് UK പോലുള്ള ഹോസ്പിറ്റലൊക്കെ വരുമ്പം. പക്ഷേ എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ഗ്രേസ് നമ്മൾ മനസ്സിലാക്കുന്നത്. മെറിറ്റ് അല്ല, അത് ഗ്രേസ് ആണ് പ്രവർത്തിക്കുന്നതെന്ന്. 2ാമത്തെ ആഴ്ച ബ്ലഡ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ബിൽഡ്രിബിനൊക്കെ 55, അവിടുത്തെ യൂണിറ്റിനനുസരിച്ച് 55 ആയിരുന്നു ഓപ്പറേഷന് മുമ്പ്. അത് 250 പോകാൻ തുടങ്ങി. മീൻസ് ബോഡി റിജക്റ്റ് ചെയ്തു വിനുവിൻ്റെ ലിവർ. ഫസ്റ്റ് റിജക്ഷനായി, അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പക്ഷേ 3ാമത്തെ വീക്ക് CT സ്കാൻ ചെയ്തപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞു, വിനുവിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ഓപ്പറേഷൻ ഫെയിലിയറാണ്, ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഫെയിലിയറാണ്. പക്ഷേ ആ ടേബിളിൽ വിനു കിടക്കുമ്പോൾ വിനുവിന് ബ്ലൂ ലൈറ്റ്സ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം വിനു പറഞ്ഞു, മാതാവ് നോക്കും, ഞാൻ മാതാവിലും ദൈവത്തിലും വിശ്വസിക്കുന്നുണ്ടെന്ന് ഡോക്ടറോട് പറഞ്ഞു. അതുപോലെ തന്നെ അവർ പറഞ്ഞു, ഞങ്ങൾ മീറ്റിംഗ് നടത്തണം, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫെയിലിയറാണ്, അതിന് മുമ്പോട്ട് എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ വിനുവിൻ്റെ റിപ്പോർട്ട്സ് എല്ലാം 250 താഴാൻ തുടങ്ങി. 150, 100, അങ്ങനെ വിനുവിൻ്റെ ബിൽഡ്രുബിൻ നോർമൽ ലെവലിലോട്ട് വരാൻ തുടങ്ങി. ലിവർ ഫങ്ഷൻ നോർമലിലോട്ട് വരാൻ തുടങ്ങി. അവിടുന്ന് ഫെയിലിയർ എന്നു പറഞ്ഞതിൻ്റെ മാതാവ് പിന്നെയും ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനത്താൽ അത് മുമ്പോട്ട് നടത്തി. ബ്ലീഡിങ് കാരണം വിനുവിൻ്റെ കിഡ്നി ഫെയിലിയർ ആയിട്ടുണ്ടായിരുന്നു. വിനു കംപ്ലീറ്റ് ഹീമോഡയാലിസിസിലായിരുന്നു. അപ്പം ICU അവർ മാറ്റാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, ഇനി ഡയാലിസിസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് പെർമനൻറ്റ് ക്യാത്ത് ചെയ്തു. പിന്നെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ കമ്മ്യൂണിറ്റി, ഞങ്ങളുടെ നിയർ ബൈ ഹോസ്പിറ്റലിലോട്ട് വിനുവിനെ റെഫർ ചെയ്തു. അതിൻ്റെ എല്ലാ അവർ അറേഞ്ച്മെൻറ്റ്സും ചെയ്തു. പക്ഷേ 28th March വിനു, ഞങ്ങളെന്നും അച്ഛൻ്റെ ഡെയിലി ബ്രെഡും പിന്നെ ഉടമ്പടി ധ്യാനങ്ങളും ഒക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം വിനു ഇങ്ങനെ ചെയ്തപ്പോൾ അച്ഛൻ്റെ അല്ല, വേറൊരു ഏതോ യൂട്യൂബ് ചാനലിൽ അച്ഛൻ്റെ വചനങ്ങൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ 2 വെള്ള കിഡ്നികൾ കാണുന്നുണ്ട്, വൃക്ക രോഗികളെ സൗഖ്യപ്പെടുത്തുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു. അന്ന് ഡോക്ടർ റൗണ്ടിന് വന്നപ്പം വിനുവിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ഡയാലിസിസ് ചെയ്യണ്ട, പക്ഷേ ഇപ്പോൾ പിന്നെ പെർമനൻറ്റ് ക്യാത്തിട്ടത് ഇപ്പം നമുക്ക് ഊരണ്ട, പക്ഷേ നിങ്ങൾക്ക് ഡയാലിസിസ് ചെയ്യണ്ട. അപ്പം വിനുവിൻ്റെ യൂറിൻ ഔട്ട്പുട്ട് നന്നായിട്ട് തുടങ്ങി. അപ്പം അതിനുശേഷം അന്ന് വിനു കേട്ട് ആ വിശ്വാസത്തിൽ വിനു ഉറച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം വിനുവിനെ ഡയാലിസിസ് ചെയ്തിട്ടില്ല. അങ്ങനെ വിനുവിന് അവിടെ നിന്നും സൗഖ്യം ലഭിച്ചു. പിന്നെ കോംപ്ലിക്കേഷനായിട്ട് വിനുവിന് അവർ മസിൽ വിനുവിൻ്റെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ 3ാമത്തെ സർജറി അവർ പ്ലാൻ ചെയ്തത് സെപ്റ്റംബറിലായിരുന്നു. വിനുവിൻ്റെ ഡിസ്കംഫേർട്ട്സ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് ഇടപെട്ട് സമയത്തിന് മേൽ ഇടപെടാൻ കഴിവുള്ള മാതാവ് വിനുവിൻ്റെ ഓപ്പറേഷൻസ് മുമ്പോട്ടാക്കി തരണേ. സാധാരണ UK എപ്പോഴും ഡിലേ ആണ്. അവരൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, അത് സാധാരണ പോസ്റ്റ്പോണ്ട് ആവാണ്, സാധാരണ പ്രീപോണ്ട് ആവാറില്ല. പക്ഷെ അവിടെയും മാതാവിൻ്റെ ഇടപെടൽ നടന്ന് September 30 എന്ന് പറഞ്ഞത് July 31 3ാമത്തെ ഓപ്പറേഷൻ നടന്നു. 3ാമത്തെ ഓപ്പറേഷനിലും ഇമ്മ്യൂണോ സപ്രസൻസൊക്കെ, പിന്നെ വിനുവിന് ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസും പിന്നെ അയൺ ഓവർലോഡും ആയിരുന്നു ലിവറിൽ. ആ കോംപ്ലിക്കേഷൻസ് കാരണമായിരുന്നു വിനുവിൻ്റെ ലിവർ ഫെയിലിയർ ആയത്. അപ്പം ഓട്ടോ ഇമ്മ്യൂൺ പിന്നെ കണ്ടീഷൻ ഉള്ളത് കാരണം വിനു അധികം ഇമ്മ്യൂണോ സപ്രസൻസ് എടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇൻഫെക്ഷൻ ചാൻസസ് കൂടുതലാണ്. ഓൾറെഡി ഇമ്മ്യൂണോ സപ്രസൻ്റാണ്, പക്ഷേ വിനു ഒന്നിന് പകരം 2 തരത്തിലുള്ള ഇമ്മ്യൂണോ സപ്രസൻസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അതും ഹൈ ഡോസ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ ഇൻഫെക്ഷനൊക്കെ വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ വിനു ഓപ്പറേഷൻ കഴിഞ്ഞു. August 7 അച്ഛൻ കെൻറ്റിലൊരു ധ്യാനം നടത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു UK. ആ സമയത്ത് ഞാനും മോനും കൂടി, എന്താ വെച്ചാൽ കെൻറ്റിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല, അപ്പം ഞാനും മോനും കൂടിയും പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഞാൻ രജിസ്ട്രേഷനൊക്കെ നോക്കിയപ്പോൾ രജിസ്ട്രേഷൻ ഒന്നുപോലും കാണുന്നില്ല. പക്ഷേ തലേ ദിവസം എനിക്ക് ഒരു രജിസ്ട്രേഷൻ കിട്ടി. ഞാൻ ബുക്ക് ചെയ്തു, പക്ഷെ മടിച്ചു നിന്നു. ഞാൻ എങ്ങനെ അത്രയും ദൂരം പോയിട്ടില്ല ഇതുവരെ. പക്ഷേ പിറ്റേ ദിവസം രാവിലെ അപ്പോൾ ഞാൻ വിനുവിൻ്റെ അടുത്ത് പറഞ്ഞു, വിനു എന്താണെങ്കിലും ഞാൻ പോകുക, മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ പള്ളിയിലെത്തും, മീൻസ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് പോയി. ഞാൻ അവിടെ എത്തി എനിക്ക് അച്ഛനെ കാണാൻ പറ്റി. അച്ഛൻ വിനുവിൻ്റെ ഫോട്ടോയിൽ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചു.
ഓഗസ്റ്റ് തന്നെ മീൻസ് 7th ഞാൻ അച്ഛനെ കണ്ടു. 8th വിനുവിനെ ഡിസ്ചാർജ് കിട്ടി. ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നു. അതിനുശേഷം അത്രയും കോംപ്ലിക്കേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മാതാവിൻ്റെ പ്രാർത്ഥനയും എന്നും ഉടമ്പടി തൈലത്തിൻ്റെ ഉപയോഗവും എല്ലാമായിട്ട് എൻ്റെ ഹസ്ബൻഡ് വിനുവിനെ പൂർണ്ണ ആരോഗ്യത്തോടെ മാതാവ് ഞങ്ങൾക്ക് തിരിച്ചു തന്നു. മരണക്കിടക്കീന്ന് മീൻസ് പലപ്പോഴും എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനിലൊക്കെ പലപ്പോഴും ഇവിടെയൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോഴൊക്കെ ആൾക്കാർ ഇനി തിരിച്ചു വരില്ല മീൻസ് ചില ആൾക്കാർ ചിന്തിച്ചത് പിറ്റേ ദിവസം മരണം കേൾക്കാൻ പറ്റും, അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് പോലും ചിന്തിച്ച ആൾക്കാരുണ്ട് ഞങ്ങളുടെ റിലേറ്റീവ്സ് ആണെങ്കിലും. അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിൽ നിന്ന് പരിശുദ്ധ അമ്മയും ഈശോപ്പയും ഞങ്ങളിവിടെ കുടുംബമായി അൾത്താരയിൽ നിർത്താൻ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നു. ആ സമയത്ത് വിനു പിന്നെ ജോലിക്ക് കയറി, അതിനുള്ള അനുഗ്രഹം തന്നു. ഇപ്പോഴും NHSൽ ജോലി ചെയ്യുന്നുണ്ട്. അതിനുള്ള കൃപയൊക്കെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്നു. എല്ലാവരെയും പോലെ തന്നെ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു ഞങ്ങൾക്ക് UK വീട് വാങ്ങിക്കണമെന്ന്. നിങ്ങൾക്കറിയാം അവിടുത്തെ ഡിപ്പോസിറ്റ് വേണം. പിന്നെ ഞാൻ മാത്രമാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. മീൻസ് വിനു ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് പലപ്പോഴും ജോലി ചെയ്യാൻ പറ്റിയില്ല. പരിശുദ്ധ അമ്മയുടെ കൃപയും ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് അവിടെ ഒരു ഭവനം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. പല ഭവനങ്ങളും കണ്ടു. പക്ഷെ ഞങ്ങളൊരു 2 ഭവനം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഭവനത്തിൽ ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ മീൻസ് എന്താ പറയുക, ഡോറും അവിടുത്തെ കബേർഡ്സിൻ്റെ എല്ലാ കളറുകളും ഗ്രേ ആയിരുന്നു. അപ്പം അത് തന്നെ മീൻസ് ഞങ്ങളുടെ ബഡ്ജറ്റിൻ്റെയൊക്കെ ഞാൻ കുറച്ചും കൂടി കൂടുതലാണെങ്കിലും പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ആ ഭവനം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ആ ഭവനം ഞങ്ങൾക്ക് തന്നു. അതിൻ്റെ താക്കോലുമായിട്ട് ഞങ്ങളവിടെ താമസിക്കാൻ തുടങ്ങി. അതിൻ്റെ താക്കോലുമായിട്ട് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ഇത്രയൊക്കെ അനുഗ്രഹം ഞങ്ങൾക്ക് തന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UK അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എങ്കിലും ഞാൻ ലഭിച്ച പാത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ മീൻസ് നമ്മുടെ ചാരിറ്റിയിലും മീൻസ് ഒത്തിരി പൈസയ്ക്ക് മീൻസ് ആവശ്യമുള്ളവരൊക്കെ ഉണ്ടാവും. ഇങ്ങനെ പേപ്പറിലൊക്കെ വരുന്ന അങ്ങനെയൊക്കെ ഞാൻ സഹായിക്കാറുണ്ട്. അതിനുള്ള പൈസകൾ ഞാൻ അയക്കാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഫാമിലീസിന് പൈസ കൊടുത്തിട്ട് ഇവിടെ ഓർഫനേജുകളിലും ഓൾഡ് ഏജ് ഹോംസിലൊക്കെ ഞാൻ ഫുഡും മീൻസ് അല്ലാതെ കുറച്ച് സാധനങ്ങൾക്കും അതിനുള്ള പൈസകളൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും മീൻസ് ഇപ്പോൾ ഈവൻ എന്താ പറയുക, ആരെങ്കിലും കുറച്ച് ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരെന്തെങ്കിലും പോവുകയും അവരെന്തെങ്കിലും ഹെവി വെയിറ്റോ അങ്ങനെ എന്തൊക്കെയൊക്കെ മീൻസ് അല്ലാതെ നമുക്ക് അവിടെ അത്രയും ഹെൽപ്പൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഞാൻ ഒരു മടിയും കാണിക്കാതെ ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞ് മീൻസ് ഞാനത് അവർക്ക് ഹെൽപ്പ് ചെയ്യും. എത്ര ദൂരം ഉണ്ടെങ്കിലും എത്ര ഹെവി ആണെങ്കിലും ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് വാങ്ങിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റ്സിൽ ഫുഡ് ബാങ്ക്സ് ഉണ്ട്. അപ്പോൾ ഫുഡ് ബാങ്ക്സിൽ ഞങ്ങൾ വാങ്ങിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ അവിടെയും എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഫുഡ് വാങ്ങി അവിടെ ഡൊണേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ കാത്തലിക് വിശ്വാസത്തിലായിരുന്നു, പക്ഷേ ഞങ്ങളിപ്പം മർത്തോമ വിശ്വാസത്തിലാണ്. അപ്പം ഞങ്ങളുടെ കുമ്പസാരം അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല, കുർബാനയുടെ കൂടെ തന്നെയാണ്. അപ്പം ഞാൻ ആ സമയത്ത് അത് ദൂരമാകുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും പറ്റത്തില്ല. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയിൽ ഞാൻ പോവാറുണ്ട്. എനിക്ക് ഓഫ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ പള്ളിയിൽ പോവാറും. പിന്നെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന മർത്തോമ വിശ്വാസത്തിൽ കൊന്തയൊന്നുമില്ല, എന്നാലും എൻ്റെ മക്കളും ഹസ്ബൻഡും കൊന്ത ചെല്ലാൻ പഠിച്ചു. ഞങ്ങൾ കൊന്ത ചെല്ലാറുണ്ട്. എന്നും ഡെയിലി ബ്രെഡും അച്ഛൻ്റെ ധ്യാനങ്ങളും എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ സ്റ്റാറ്റസായിട്ട് ഞാൻ എപ്പോഴും എൻ്റെ ധ്യാനങ്ങൾ ഇടാറുണ്ട്. പിന്നെ എൻ്റെ മാതാവിൻ്റെ മീൻസ് എന്താ പറയുക, എൻ്റെ പ്രൊഫൈൽ പോലും ഞാൻ എൻ്റെ മാതാവിൻ്റെ ഫോട്ടോയാണ് വെച്ചിരുന്നത്. ഞാൻ അത് ഇതുവരെ മാറ്റിയിട്ടില്ല. അത് അങ്ങനെ ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താന്ന്. അപ്പം ഞാൻ ഇങ്ങനെ അവിടെയുള്ള ആൾക്കാരൊക്കെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ പറയും, ഞങ്ങളുടെ ജീവൻ മീൻസ് ഫാമിലിയായിട്ട് ഞങ്ങൾക്ക് നിൽക്കാൻ തന്ന അനുഗ്രഹം ഞങ്ങളുടെ ഈ മാതാവ് വഴിയാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നുമില്ല. അവിടെയുള്ള ആൾക്കാരോടൊക്കെ ഞങ്ങളുടെ വിനുവിൻ്റെ ഹീലിംഗ് ഞങ്ങൾ പറയാറുണ്ട്. അപ്പം എല്ലാവർക്കും അത്ഭുതമാണ്. മീൻസ് ആ ഒരു അവസ്ഥയിൽ തന്നെ എന്താ പറയുക, എല്ലാം ഫേസ് ചെയ്യാൻ മീൻസ് ഹസ്ബൻഡ് അവിടെ മരണത്തോടും മല്ലിട്ട് കിടക്കുമ്പോഴും ശക്തിയോടെ മീൻസ് പരിശുദ്ധ അമ്മ ശക്തി തന്ന് അതുകൊണ്ട് മാത്രമാണ് ആ ഒരു കോംപ്ലിക്കേഷൻസ് എല്ലാം എനിക്ക് ഓവർകം ചെയ്യാൻ. മക്കളുടെ കാര്യമാണെങ്കിലും വിനുവിൻ്റെ കാര്യം ഒന്നും ഒരു കുറവും വരുത്താതെ പരിശുദ്ധ അമ്മ എനിക്ക് ശക്തിയും ബലവും തന്ന്. അപ്പം ഒരാളുടെ ശമ്പളം കൊണ്ടുള്ള അവിടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ, മറ്റുള്ളവരുടെ അടുത്ത് ഞങ്ങൾക്ക് ചോദിക്കാനോ ഒരു കുറവും വരുത്താതെ പരിശുദ്ധ അമ്മ എൻ്റെ ജോലിയും വിനുവിൻ്റെ കാര്യങ്ങൾ നോക്കാനും എല്ലാം പരിശുദ്ധ അമ്മ എനിക്ക് അവിടുന്ന് ശക്തിയും ബലവും തന്നു. പൂർണ്ണ ആരോഗ്യം എനിക്ക് തന്നു. എല്ലാം തടഞ്ഞു. പിന്നെ എൻ്റെ ജോലി സ്ഥലത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ടുകളൊക്കെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് മാറ്റി തന്നു. ആ ടെൻഷൻസൊക്കെ പരിശുദ്ധ അമ്മയുടെ കൃപാവരത്താൽ ഞങ്ങൾക്ക് മാറ്റി തന്നു. ഇത്രത്തോളം ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ കുടുംബത്തെയും കരുതിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോപ്പയ്ക്കും 1000 നന്ദി.
എൻ്റെ ഹസ്ബൻഡിന് ഞാൻ കൊടുക്കുകയാണ് 2 വാക്ക് പറയാൻ വേണ്ടി. मेरा नाम विनोज है. मैं हिंदी में क्यों मलयाली हूँ, लेकिन मेरे को हिंदी ज़्यादा प्रेफर करेगा क्योंकि मलयालम मेरा क्लियर नहीं है. अभी मेरी वाइफ ने जो कुछ बताया, कृपा से माधव की कृपा से मैं आप लोगों के सामने खड़ा हूँ. मैं सबसे इम्पोर्टेंट मेरेकल मेरे को आप लोगों से शेयर करना है. जब मैं थिएटर के अंदर था, मेरे को कुछ होश नहीं था, मेरे को कुछ भी नहीं पता था कि अंदर हो क्या रहा है. मेरा सर्जरी करने वाले डॉक्टर का नाम डॉक्टर पोलॉक था. मैंने डॉक्टर पोलॉक से सिर्फ एक ही चीज़ बोला था, मैं जब थिएटर के अंदर जाऊंगा तो मेरे रोज़री जो मेरे गले में जो माला है, अभी तक मैंने कभी नहीं उतारा है, जब तो हमेशा मैं अपने गले में रखता हूँ. मैंने डॉक्टर पोलॉक से बोला जब मैं अंदर जाऊंगा तो मेरे हाथ में बस ये चीज़ बांधना, बाकी आपको जो चाहिए वो कर लो, लेकिन मेरे हाथ में ये चीज़ चाहिए. डॉक्टर पोलॉक ने सबसे बात किया, लेकिन वो लोग इन्फेक्शन की वजह से अलाउड नहीं कर रहे थे. एट लास्ट मैंने मना किया, मैं नहीं जाऊंगा इसके बिना. फिर डॉक्टर पोलॉक ने फिर से एक बार बात किया, उन्होंने एग्री किया, उन्होंने हाथ में मेरे परमिशन दिया मेरे हाथ में बांधने के लिए. फिर सर्जरी शुरू हुआ. फर्स्ट सर्जरी के बाद जो कुछ बाहर होता रहा, अंदर होता रहा, मुझे नहीं मालूम. लेकिन सबसे बड़ा मिरेकल मेरे लाइफ में जो था, जब मेरा सर्जरी चल रहा था, तब मैं कृपाजनम माधव की गोदी में लेटा हुआ है. मेरे को ऐसा फील हो रहा है मैं कृपाजनम की माधव की गोदी में लेटा हुआ हूँ, और वो मेरे सर पे हाथ फेरते हुए बोल रही है, आप चिंता मत करो, मैं तुम्हारे साथ हूँ. आई डोंट नो व्हाट्स गोइंग ऑन दैट टाइम. एक्चुअली आई कैन फील इट कि माधव मरियम मुझसे क्या बोल रही है कि आपको चिंता करने की ज़रूरत नहीं है, आपके संग जो कुछ हो रहा है आप उसकी चिंता मत करो. क्योंकि मैं फर्स्ट टाइम जब कृपासनम आया था तो आप लोगों ने देखा होगा यहाँ पे जो प्लेट्स हैं वो ब्लू कलर के हैं, और यहाँ पे भी देखेंगे तो ब्लू कलर है. बस मेरे को ब्लू कलर साड़ी में माधव दिखी, मैं उनके गोदी में लेटा हूँ और मेरे सर पे हाथ फेरते बोल रही है, चिंता मत करो, हम तुम्हारे साथ हैं. और थिएटर के बाद, ऑपरेशन के बाद जब मुझे ITU में लेके गया, तब वहाँ पे भी सब कुछ ब्लू था. मेरे को कुछ समझ में नहीं आता. अब वो मेडिकेशंस का कुछ वो था, मेरे को बहुत ज़्यादा गर्मी लग रहा था, तो ऐसा लग रहा था 2 कबूतर मेरे शरीर के ऊपर से उड़ रहे हैं और मेरे को हवा दे रहे हैं. मेरे को बहुत भयंकर गर्मी लग रहा था. मेडिकेशन का हो सकता है, किसी भी चीज़ का हो सकता है. ये मेरे को बहुत इम्पोर्टेंटली आप लोगों के सामने बताना था. मैं पहले बिल्कुल विश्वास नहीं करता था, मैं बिल्कुल ऐसे ही चलता फिरता रहता था. लेकिन मेरी वाइफ के वजह से मेरे को आज इधर भी आने का मौका मिला, और मैंने अपनी परिस्थिति को कुछ नहीं समझा. मैंने सिर्फ यही सोचा कि बस मेरे को कैसे भी कृपासनम माधव के सामने जाके अपना ये साक्ष्य बोलना है और सबको बताना है. उसके लिए मैं धन्यवाद देता हूँ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. സങ്കീർത്തനം 23:4 വചനമാണ്. ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ ഒരിക്കലും ഒറ്റപ്പെടുന്നില്ല. കൃപാസനം മരിയൻ ഉടമ്പടിയിലൂടെ നമ്മെ ഈ വിശ്വാസത്തിൽ താങ്ങി നിർത്തുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൽ ഭയപ്പെടുന്ന പല ഘട്ടങ്ങളുണ്ടാവാം, സാഹചര്യങ്ങളുണ്ടാവാം. ഒരുപക്ഷെ രോഗമാവാം, അപകടങ്ങളാവാം, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയുള്ള യാത്രയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും കുടുംബ പ്രതിസന്ധികളുടെയും ഒക്കെ നടുവിലൂടെയുള്ള ആ യാത്രയിൽ അത്തരമൊരു ഇരുണ്ട അവസ്ഥയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പോകേണ്ടി വന്നാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. ജീവിതത്തിൻ്റെ ഏറ്റവും കഠിനവും ഇരുണ്ട സമയങ്ങളിലും ദൈവ സാന്നിധ്യമാണ് നമ്മെ സംരക്ഷിക്കുന്നതും നമ്മെ ആശ്വസിപ്പിക്കുന്നതും നമ്മെ നയിക്കുകയും ചെയ്യുന്നത്. ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള ഉറപ്പ് തന്നെയാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയും നമ്മുടെ രക്ഷയും. ബീന ജോസഫ് എന്ന മകളുടെ സാക്ഷ്യത്തിലും ഇരുണ്ട താഴ്വരയിലൂടെയുള്ള നിഴൽ വീണ താഴ്വരയിലൂടെയുള്ള യാത്രയിൽ ഈശോയും അമ്മയും കണ്ടുമുട്ടിയ, ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ ഒരു വലിയ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. ഈ മകളിൽ ആദ്യം പറഞ്ഞത് UK ഒരു ആക്സിഡൻറ്റിൽ സംഭവിക്കുകയും മുഖത്ത് സർജറി വേണമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തപ്പോഴും ഉടമ്പടി തൈലം തേച്ച് ഈ മകൾ പ്രാർത്ഥിച്ചു. അങ്ങനെ സർജറി ഇല്ലാതെ തന്നെ ആ മുഖത്ത് സുഖപ്പെടുകയാണ് ചെയ്തത്. അവിടെ ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കൃപയായിട്ടാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് UK ഫാമിലി സഹിതം പോകുവാനും അവിടെ അങ്ങോട്ടെല്ലാം ഷിഫ്റ്റ് ചെയ്യാനും പിന്നീട് ഒരു നല്ലൊരു ഭവനം നൽകി ഇവരെ അനുഗ്രഹിക്കുകയുമാണ് ചെയ്തത്. അതും ഈശോയുടെ അമ്മയുടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ഭവനം കാണുവാൻ പോയപ്പോൾ അവിടെ ഗ്രേ കളറാണ് കാണുവാൻ സാധിച്ചത്. അപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി അമ്മ കൂടെയുണ്ട്, അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ ഒപ്പമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഗ്രേ കളർ കണ്ടപ്പോൾ അവർ സന്തോഷത്തോടെ അത് സെലക്ട് ചെയ്യുന്നത്.
പിന്നീട് ഹസ്ബൻഡിന് ഹാബിറ്റിൽ ഒരു ചേഞ്ച് വേണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ അങ്ങനെ ഈ വ്യക്തിക്ക് ഈശോയോട് അമ്മയോട് ചേർന്നപ്പോൾ ജീവിതത്തിലൊരു വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയും പിന്നീട് ഈ മകൾക്ക് ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് അവിടെ ജോലി നൽകി അനുഗ്രഹിക്കുകയുമാണ് ചെയ്തത്. ഡ്രൈവിംഗ് ലൈസൻസ് പോയപ്പോഴും ഉടമ്പടി നേർച്ച വസ്തുക്കളായി ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുകയും പിന്നീട് എല്ലാം നല്ല രീതിയിൽ പോകുമ്പോഴാണ് ജീവിതത്തെ മാറ്റിമറിച്ച മറ്റൊരു സംഭവം ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ബിനോജിൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ്, അതായത് ലിവർ ഫെയിലിയർ ആയിരുന്നു. അങ്ങനെ ലിവർ ട്രാൻസ്പ്ലാന്റ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തു. അവിടെയെല്ലാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. സർജറിയിൽ കൂടെ കടന്നു പോകുമ്പോഴും ബിനോജ് ഇപ്പോഴും ഹിന്ദിയിൽ നമ്മളോട് പറഞ്ഞത് അതുതന്നെയാണ്, എൻ്റെ കയ്യിൽ നിന്ന് ജപമാല മാറ്റരുതേ എന്നുള്ളൊരു ഒരു റിക്വസ്റ്റ് മാത്രമായിരുന്നു ഇവർ മുന്നോട്ട് വെച്ചത്. ജപമാല കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ എൻ്റെ സർജറി നടത്തണമെന്നും പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് സർജറിയെല്ലാം നല്ല രീതിയിൽ നടത്തി. ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റ് നടത്തി. അത് പിന്നീട് അത് മനസ്സിലായി അത് റിജക്റ്റ് ആവുകയാണ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.